ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിലെ ലെങ്ത് ആൻഡ് ഡിസ്റ്റൻസ് എന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഈ പാഠത്തിലെ അവസാനത്തെ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കതിൽ ആദ്യം ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ്, അതായത് അകലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതെങ്ങനെയാണ്? രണ്ട് പെയർ ഓഫ് കോർഡിനേറ്റ്സ് വരികയാണെങ്കിൽ x1 y1 x2 y2 ഇങ്ങനെ രണ്ട് പെയർ വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് √x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഇക്വേഷൻ എഴുതിയെടുക്കുക. ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു വർക്കൗട്ട് ചോദ്യം ചെയ്യാനുണ്ട്. ആ ചോദ്യം ഞാൻ എന്ത് ചെയ്യുക? അപ്പോൾ വായിക്കുക ചെയ്യുന്നത് സ്ക്രീനിൽ ഷെയർ ചെയ്യാം. ചോദ്യം ഒന്ന് വായിക്കാം. ആർ ദ പോയിന്റ് വിത്ത് ദ കോർഡിനേറ്റ് -1, 2, 3, 5, 9, -3 ഓൺ ദ സെയിം ലൈൻ. അതായത് ത്രീ പെയർ ഓഫ് കോർഡിനേറ്റ്സ് ഇതൊക്കെയാണ്. -1, 2, അടുത്തത് 3, 5, 9, -3. 3 പെയർ ഓഫ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ആ 3 കോർഡിനേറ്റുകളും സെയിം ലൈനിലാണോ? അതായത് ഇപ്പോൾ ഒരു പോയിന്റ് എടുക്കുകയാണ്, ABC. ഇതാണ് 3 കോർഡിനേറ്റ് എങ്കിൽ ഇത് 3ഉം ഒരേ ലൈനിലാണോ എന്ന് പ്രൂവ് ചെയ്യണം. ഒരേ ലൈനിലാണ് എങ്കിൽ അവിടെ 3 ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ രണ്ട് ഡിസ്റ്റൻസുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ കിട്ടും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ എയും ബിയും കൂട്ടിക്കഴിഞ്ഞാൽ സി കിട്ടും, അല്ലെങ്കിൽ സിയും ബിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എ കിട്ടും, അല്ലെങ്കിൽ എയും സിയും തമ്മിൽ കൂട്ടുമ്പോൾ ബിയും കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഞാനിതിനെ ഇത് എ, ഈ പോയിന്റ് ഇത് ബി, ഇത് സി എന്നെടുത്ത്. അപ്പോൾ ആദ്യം ചെയ്യാൻ വേണ്ടി ഞാൻ എ മുതൽ ബി വരെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ എ ബി ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? x2 - x1. ഞാൻ ആദ്യം കോർഡിനേറ്റ് ഇവിടെ എഴുതാം. -1, 2, അതുപോലെ 3, 5 ആണ്. ആദ്യം x1 - x2 അല്ലേ? ഇക്വേഷൻ എഴുതാം. x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √x1 ഇത് x1 y1 x2 y2. x1 എത്രയാണ്? -1 - x2 3 ഹോൾ സ്ക്വയർ പ്ലസ് y1 എന്താണ്? 2 - y2 5 സ്ക്വയർ ഈക്വൽ ടു √. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്ലസ് ചെയ്യുക, മൈനസ് ചിഹ്നം ഇടുക. 3 കൂടെ ഒന്ന് കൂട്ടിയ 4 -4 സ്ക്വയർ പ്ലസ് 2 5 പോയി കഴിഞ്ഞാൽ -3 സ്ക്വയർ. ഇനി -4 സ്ക്വയർ എത്രയാണ്? -4 സ്ക്വയർ പറഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ നമുക്ക് 16 പ്ലസ് -3 സ്ക്വയർ 9. 16 + 9 √25 എത്രയാണ്? 5 എന്ന് കിട്ടി. അപ്പോൾ എ ബി കിട്ടി. നമുക്ക് എത്രയാണ്? 5 ആണെന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ബി കഴിഞ്ഞ് കഴിഞ്ഞടുത്തത് ബിയും സിയും കാണുക. അപ്പോൾ BC മേലേക്ക് കയറ്റി എഴുതാം. BC ഈക്വൽ ടു √. ഇതിൽ BC. അപ്പോൾ ആദ്യം എങ്ങനെ എഴുതുക? x1 - x2 3 - 9 ഹോൾ സ്ക്വയർ പ്ലസ് 3 - 9 5 -3 5 -3 സ്ക്വയർ ഈക്വൽ ടു √. 3 9 പോയി കഴിഞ്ഞാൽ -6 സ്ക്വയർ പ്ലസ് നടുവിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ പ്ലസ് 5 + 3 8 സ്ക്വയർ ഈക്വൽ ടു
റൂട്ട് ആറിൻ്റെ സ്ക്വയർ പറഞ്ഞാൽ റൂട്ട് ആറ് ഇൻറ്റു മൈനസ് റൂട്ട് ആറ് ഇൻറ്റു മൈനസ് ആറ്, മൈനസ് മൈനസ് എന്തായി പ്ലസ് ആയി. അപ്പോൾ 6ൻ്റെ സ്ക്വയർ 36 പ്ലസ് 8ൻ്റെ സ്ക്വയർ 64. അപ്പം 36 64 നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 100. 100 എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയറാണ്. ബി സി കിട്ടി, 10 കിട്ടി. ഇനി എന്ത് എ സി കിട്ടി, എ ബി കിട്ടി, ബി സി കിട്ടി. എന്ത് ചെയ്യുക, എ സി കാണുക. എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതാണ് എ ഇതാണ് സി, മറക്കരുത് എ സി. അപ്പോൾ x1 മൈനസ് x2, അപ്പോൾ -1 മൈനസ് 9 സ്ക്വയർ പ്ലസ് 2 മൈനസ് -3. 2 ഓൾറെഡി x2 y2 മൈനസ് ആണ്, അപ്പോൾ മൈനസ് ഇടുക. പിന്നെ എന്താണ് -3 സ്ക്വയർ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൈനസ് അവിടെ തമ്മിൽ കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക, മൈനസ് ചിഹ്നം ഇടുക. അപ്പോൾ 9 1 10 -10 സ്ക്വയർ പ്ലസ് ഇവിടെ മൈനസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൈനസും പ്ലസ്. അപ്പോൾ 2 + 3 5ൻ്റെ സ്ക്വയർ ഈക്വൽ ടു -10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, -10 ഇൻറ്റു -10 എന്തായി +10. ഇത് മറക്കരുത്. അപ്പോൾ +10ൻ്റെ സ്ക്വയർ 100 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25. 100 + 25 125 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, റൂട്ട് 125 നമുക്ക് റൂട്ട് ഓഫ് 25 ഇൻറ്റു 5 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. റൂട്ട് ഓഫ് 25 ഇൻറ്റു 5 സമം റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 റൂട്ട് 5 അതുപോലെ എഴുതി. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയത്, എ ബി കിട്ടി. എ ബി ഈക്വൽ ടു 5, ബി സി ഈക്വൽ ടു 10, എ സി ഈക്വൽ ടു 5 റൂട്ട് 5. ഇത് മൂന്നും ഒരേ ലെങ്ത് ആണോ? അല്ല. അപ്പോൾ അത് മൂന്നും എന്തല്ല, ഇത് മൂന്നും സെയിം ഡിസ്റ്റൻസ് അല്ല. അപ്പോൾ ഇത് മൂന്നും എന്തല്ല, ഒരേ ലൈനിലായിരിക്കില്ല. അല്ല എങ്കിൽ എന്ത് ചെയ്യുക, എ ബിയും ബി സിയും തമ്മിൽ കൂട്ടുമ്പോൾ എ സി കിട്ടുന്നുണ്ടെങ്കിൽ ഒരേ ലൈനിലാവും. നിങ്ങൾക്ക് വലുത് ചെറുത് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ബി സിയും എ സിയും തമ്മിൽ കൂട്ടുമ്പോൾ എ ബി കിട്ടുന്നുണ്ടെങ്കിൽ സെയിം ലൈനിലാവും. അല്ലെങ്കിൽ എ ബിയും എ സിയും തമ്മിൽ കൂട്ടുമ്പോൾ ബി സി കിട്ടുന്നുണ്ടെങ്കിൽ സെയിം ലൈനിലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചതുരത്തിൻ്റെ അടുത്തടുത്തുള്ള 3 മൂലകളിലേക്കുള്ള അകലം 3, 4, 5 സെൻറ്റിമീറ്റർ എന്നിവയാണ്. 4ാമത്തെ മൂലയിലേക്കുള്ള അകലം എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതാണ് ജസ്റ്റ് റഫായിട്ട് വരച്ചിരിക്കുന്ന ഫിഗർ. അപ്പോൾ ആദ്യം ഇതിനെന്തില്ല, ഈ 2 ആക്സിസ് ഇല്ല. ഇതാ നോക്കി നോക്കാം, ഇതാ ഒരു ചതുരം പോലെയാണ് ഉള്ളത്. ആ ചതുരത്തിൽ 4 മൂലകളുണ്ട്, എ ബി സി 3, 4, 5. ഈ 3 മൂലകളിലേക്കുള്ള, അതായത് എയിൽ നിന്ന് ഈ സെൻറ്റർ ഭാഗത്തേക്ക്, ബിയിൽ നിന്ന് ഈ സെൻറ്ററിലേക്ക്, സിയിൽ നിന്ന് ഈ പി എന്ന പോയിന്റിലേക്കുള്ള അകലങ്ങൾ 3, 4, 5 ആണ് എങ്കിൽ പിയിൽ നിന്ന് 4ാമത്തെ മൂലമായിട്ടുള്ള ഡിയിലേക്കുള്ള അകലം എത്രയെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഡിസ്റ്റൻസുകൾ കണ്ടെത്താൻ പറ്റുമെന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം പി എ എന്ന പോയിന്റിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ പി എ ഈക്വൽ ടു റൂട്ട് ഓഫ്. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട മുന്നേ നമുക്ക് എന്തറിയില്ല, ഈ ഓരോ മൂലയിലുള്ള സൂചക സംഖ്യ നമുക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ സ്ക്വയറിന് കൂട്ടി വരച്ച് ഒരു എക്സ് ആക്സിസ് ഒരു വൈ ആക്സിസ് രൂപത്തിലാക്കി ഞാൻ മാറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഈ എക്സ് ആക്സിസ് അതായത് ബി എന്ന ഈ പോയിന്റ് നമുക്ക് എങ്ങനെയും എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടുന്ന പോയിന്റാണ്, നമുക്ക് 0, 0 എന്ന് എടുക്കാം. അപ്പോൾ എക്സ് ആക്സിസിൽ വരുന്ന ഒരു പോയിന്റാണ് സി. അപ്പോൾ എക്സ് ആക്സിസിലാണ് വരുന്നതെങ്കിൽ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഞാനിപ്പോൾ A0 എന്നെടുത്ത്. ഇനി ഇവിടെ വൈ ആക്സിസിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും, 0. നമുക്ക് പറയാം 0, ബി എന്നെടുത്ത്. ഇനി ഡി എന്ന പോയിന്റ് ഇതിൽ എക്സും ഇതിൽ വൈയും, അപ്പോൾ A, B എന്നെടുത്ത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിയിൽ നിന്ന് എവിടേക്ക്
ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇപ്പോൾ ഓരോ മൂലയ്ക്കും സൂചക സംഖ്യ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പി എ കണ്ടെത്താം. പി എ ഈക്വൽ ടു റൂട്ട് ഓഫ്, പോയിന്റ് ഞാൻ വേണമെങ്കിൽ കൂടെ ഒന്ന് എഴുതാം, x2 മൈനസ് x1. അപ്പോൾ ആദ്യം പോയിന്റ് എഴുതാം. പോയിന്റ് ഏതൊക്കെയാണ്? 0, b, അതുപോലെ തന്നെ പി എന്ന പോയിന്റ് ഞാനിപ്പോൾ ഒരു XY എന്ന് കൊടുത്ത്, അപ്പോൾ 0, b, x, y എന്ന് എടുത്ത്. ഇനി പി എ ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇപ്പോൾ 0b എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം x കോർഡിനേറ്റ് എടുക്കുക, പിന്നെ 0 എടുക്കുക. ആദ്യം x കുറച്ച് റീച്ച് ചെയ്യാൻ. അപ്പോൾ ഇത് x1, ഇത് x2 ആയിരിക്കും. x മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് b ഹോൾ സ്ക്വയർ. പി മുതൽ എ വരെ ഡിസ്റ്റൻസ് എത്രയെന്ന് അറിയാം? 3 ആണെന്ന് അറിയാം. 3 ഈക്വൽ ടു റൂട്ട് ഓഫ്, എക്സിന് 0 പോയി കഴിഞ്ഞാൽ എക്സ് ആണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ അതുപോലെ എഴുതി. നമുക്ക് ഈ റൂട്ട് കളയണം എന്ന് വിചാരിക്കുക. റൂട്ട് കളയണമെങ്കിൽ രണ്ട് ഭാഗവും എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? 3 സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്ത് സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് പോവും, എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ. 3യുടെ സ്ക്വയർ 9 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു ഭാഗം കഴിഞ്ഞു. ഇനി അടുത്തത് പി ബി നോക്കാം. പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ പി ബി ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പി ബി ഈക്വൽ ടു, ഇവിടെ എന്താണ് പോയിന്റുകൾ ഏതാ വരുന്നത്? 0, 0യും എക്സ് വൈയും ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പോയിന്റ് വരുന്നതെങ്കിൽ നമ്മൾ ഈ എക്സ് മൈനസ് 0 വൈ മൈനസ് 0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. എന്താവും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ നമുക്കിനി പി മുതൽ ബി വരെ കണ്ടെത്താൻ ഇതാണ് പോയിന്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുത്താൽ മതി? പി ബി ഈക്വൽ ടു 4 സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എടുത്താൽ മതി. ഈക്വൽ ടു, ഇതായിരുന്നു എന്ത് പോയിന്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മായ്ക്കുന്നുണ്ട്. അപ്പോൾ പി ബി ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ 16 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കിയിട്ട് എടുക്കുക. ഇനി അപ്പോൾ പി എ എടുത്ത് പി ബി എടുത്ത് എന്ത് ചെയ്യുക? പി സി സ്ക്വയർ ഈക്വൽ ടു, അകലെ എത്രയാണ്? 5. 5 സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് എ, x1 മൈനസ് x2. അപ്പോൾ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ. റൂട്ട് ഇടാത്തത് എന്തുകൊണ്ടാണ്? സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ റൂട്ട് പോയി. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ വൈ സ്ക്വയർ എഴുതിക്കഴിഞ്ഞു. ഇനി 5ൻ്റെ സ്ക്വയർ 25 ഈക്വൽ ടു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ 3 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ്. ആദ്യത്തെ ഇക്വേഷൻ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. ഇക്വേഷൻ നമ്പർ 1 കൊടുത്ത്. ഇനി രണ്ടാമത്തത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 16. ഇക്വേഷൻ നമ്പർ 2 കൊടുത്ത്. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9. ഇതിന് ഇക്വേഷൻ നമ്പർ 3 കൊടുത്ത്. അപ്പോൾ ഇനി ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് പി മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഇക്വേഷൻ ഏതാണ്? 1, 3 ആണ്. കാരണം എന്താണ്? അതിൽ നമുക്ക് ഇതാ ഇവിടെ എക്സ് മൈനസ് എ വൈ മൈനസ് ബി ആ രൂപത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 1ഉം 3ഉം തമ്മിൽ ആഡ് ചെയ്യാണ്.
ആഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് അപ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇനി ഇവിടെ എന്താ ഉള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 പ്ലസ് 9. ഇനി എക്സ് മൈനസ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ഹോൾ സ്ക്വയർ ഇതും ഒരുമിച്ച് എഴുതി. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 കൂടെ 9 കൂട്ടിക്കഴിഞ്ഞാൽ 34. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ് മൈനസ് വൈ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 16 ആണെന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് എത്ര കൊടുക്കുക? 16 കൊടുക്കുക. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 16 സമം 34. ഇനി പ്ലസ് 16 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 16 ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 34 മൈനസ് 16 ഈക്വൽ ടു 34 16 പോയി കഴിഞ്ഞാൽ 18. നമുക്ക് എങ്ങനെ കിട്ടുക? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 18 എന്ന് കിട്ടി. ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭാഗം ഒന്ന് മായ്ക്കുന്നുണ്ട്. വായിച്ച് അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 18. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയായിരുന്നു? പി ഡി ആയിരുന്നു. പി ഡി നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. പി ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് പി എക്സ് വൈയും എ ബി ആണ്. എക്സ് വൈ എ ബി മറക്കണ്ട. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് നമുക്ക് കിട്ടേണ്ടത്. അതാണ് പി ഡിയുടെ അകലം. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? 18. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പി ഡി ഈക്വൽ ടു റൂട്ട് 18 എന്ന് എഴുതി. റൂട്ട് 18 നമുക്ക് എങ്ങനെ എഴുതാം? ഒരെണ്ണം റൂട്ട് ഉള്ളതും ഒരെണ്ണം റൂട്ട് ഇല്ലാത്തതുമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? എഴുതാൻ. അപ്പോൾ നമുക്ക് 9 2 × 9 18 എന്ന് എഴുതാം. ഇനി 9നെ എങ്ങനെ എഴുതാം? റൂട്ട് സെപ്പറേറ്റ് ചെയ്യുക. റൂട്ട് 2 × റൂട്ട് 9. റൂട്ട് 9 എത്രയാണ്? റൂട്ട് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഈക്വൽ ടു 3 റൂട്ട് 2. അപ്പോൾ നമുക്ക് കിട്ടി പി ഡിയുടെ നീളം. പി ഡി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 റൂട്ട് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള 2 ആക്ടിവിറ്റീസ് വർക്കൗട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇനി അവസാനത്തെ പേജിലെ ഫസ്റ്റ് ചോദ്യം നമുക്ക് വായിക്കാം. ചിത്രത്തിലെ ചതുർഭുജത്തിൻ്റെ വശങ്ങളുടെയും വികർണങ്ങളുടെയും നീളം കണക്കാക്കുക. ഇവിടെ ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്, 4 മൂലകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ മൂലകളും തമ്മിലുള്ള അകലങ്ങളും വികർണങ്ങൾ തമ്മിലുള്ള അകലമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ചോദ്യം ചിത്രം ജസ്റ്റ് റഫായിട്ട് വരയ്ക്കാം. നാല് പോയിൻ്റുള്ളത്. ഞാൻ എ ബി സി ഡി എന്ന് കൊടുത്ത് എ എന്ന പോയിൻ്റ് -3,1, ബി എന്ന പോയിൻ്റ് -3,-2, സി എന്ന പോയിൻ്റ് 1,1,-2, ഡി എന്ന പോയിൻ്റ് 0,0. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓരോ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കണം. ഒപ്പം വികർണങ്ങളുടെ നീളം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എ ബി ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. x1 എന്താണ്? -1 -3 ആണ്. അപ്പോൾ x1 - x2
-3 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 എന്താ 1 മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇനി മൈനസ് എന്തായി പ്ലസ് ആയി. അപ്പോൾ ഇവിടെ പ്ലസ് ആവുമ്പോൾ -3 + 3 എന്താ -3 + 3 എന്തായി 0 ആയിപ്പോയി. അപ്പോൾ 0 പ്ലസ് മൈനസ് പ്ലസ് 1 + 2 3 സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ 9 √9 ഈക്വൽ ടു 3. അപ്പോൾ എ ബിയുടെ നീളം 3 സെൻറ്റിമീറ്റർ നമ്മൾ പറയില്ല, 3 യൂണിറ്റ്സ് അല്ലെങ്കിൽ 4 യൂണിറ്റ്സ് എന്നാണ് പറയുക. ഇനി അടുത്തത് ബി സി ഈക്വൽ ടു √, ഇതാണ് ബി സി. അപ്പോൾ x1 - x2 -3 -1 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 -2 ചിഹ്നങ്ങൾ ചെയ്യുമ്പോൾ നോക്കി തന്നെ ചെയ്യണം, തെറ്റിക്കഴിഞ്ഞാൽ ഉത്തരം ഫുള്ള് പോവും. √, ഇനി -3 -1 രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം ഇടുക. -4 സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ് മൈനസ് എന്തായി പ്ലസ് ആയി. അപ്പം -2 + 2 എന്തായി 0 ഈക്വൽ ടു -4ൻ്റെ സ്ക്വയർ -4 ഇൻറ്റു -4 ഇൻറ്റു -4 മൈനസ് എന്തായി പ്ലസ്. അപ്പോൾ 16 √16 ഈക്വൽ ടു 4 യൂണിറ്റ്സ്. ഇനി മൂന്നാമത്തത് എ ബി കിട്ടി, ബി സി കിട്ടി. ഇനി സി ഡി ഈക്വൽ ടു √CD ആവുമ്പോൾ x1 - x2 ഇവിടെ 0 ആണ്. അപ്പോൾ പിന്നെ ഇതിന് രണ്ടിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, സ്ക്വയറുകൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ ഈക്വൽ ടു 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് -2ൻ്റെ സ്ക്വയർ 4 -2 ഇൻറ്റു -2 2 × 2 4 മൈനസ് എന്തായി പ്ലസ് ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് 1 + 4 √1 + 4 ഈക്വൽ ടു √5. ഇനി സി ഡി കഴിഞ്ഞ് അടുത്ത പോയിന്റ് എ ബി കിട്ടി, ബി സി കിട്ടി, സി ഡി. ഇനി എ ഡിയുടെ പോയിന്റുകൾ -3 1 0 0 ആണ്. അപ്പോൾ പിന്നെ 0 0 അത് വേണ്ട. അപ്പോൾ ഇതിൻ്റെ 0 ഇല്ലാത്ത കോർഡിനേറ്റിൻ്റെ സ്ക്വയറുകൾ കാണുക. അപ്പോൾ -3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ -3യുടെ സ്ക്വയർ 9 + 1 ഈക്വൽ ടു √10. അപ്പോൾ എ ഡി കിട്ടി. ഇനി നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കേണ്ടത്, വികരണങ്ങളാണ്. വികരണങ്ങൾ ഏതൊക്കെയാണ്, എ സി അതുപോലെ തന്നെ ബി ഡി. അപ്പോൾ ഞാൻ പോയിന്റുകൾ നോക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടെ വെക്കാം. ഇതാണ് പോയിന്റുകൾ, ഇതാണ് എ, ഇത് ഡി. ബാക്കി രണ്ടെണ്ണം എന്താണ് ബിയും സിയും. അപ്പോൾ ഇനി എ ഡിയുടെ നീളം കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ബി സിയുടെ നീളവും കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എ സി കാണാം. എ സി ഈക്വൽ ടു √AC. അപ്പോൾ -3 -1 ഹോൾ സ്ക്വയർ പ്ലസ് 1 -2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇനി ഇവിടെയും പുറത്തും അകത്തും മൈനസാണെങ്കിൽ രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നിടുക. സ്ക്വയർ പ്ലസ് മൈനസ് പ്ലസ് 1 + 2 ഈക്വൽ ടു 3. അപ്പോൾ 3 സ്ക്വയർ. ഇനി -4ൻ്റെ സ്ക്വയർ എത്രയാണ്, -4 16 + 9 സമം √25. √25 എത്രയാണ് 5. ഇനി ലാസ്റ്റത്തെ പോയിന്റ് ഏതാണ്, എ സി കഴിഞ്ഞാൽ ബി ഡി ഈക്വൽ ടു √x1 - x2. ബി -2 -3യും ഡി എന്താണ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ബി എന്ന പോയിന്റ് -3, -2. ഇനി സി എന്ന് പറഞ്ഞ പോയിന്റ്, ഡി എന്ന് പറഞ്ഞ പോയിന്റ് 0 0 ആണ്. അപ്പോൾ ഇതിൻ്റെ എഴുതണ്ട, ഇതിൻ്റെ സ്ക്വയറുകൾ മാത്രം കണ്ടുപിടിക്കുക. -3 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ, 3യുടെ സ്ക്വയർ 9 -3യുടെ സ്ക്വയർ 9 + 4 9 4 13 √13.
നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഓരോ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക, ഒപ്പം വികരണങ്ങളുടെ നീളം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത് ചോദ്യത്തിൽ ഓരോ വശങ്ങളും എ ബി ബി സി സി ഡി എ ഡി വരെ കണ്ട് ശേഷം വികരണങ്ങളായിട്ടുള്ള എ സിയുടെയും ബി ഡിയുടെയും നീളങ്ങളാണ് കണ്ടെത്തിയത്. ഇനി രണ്ടാമത് ചോദ്യം ഞാൻ വായിക്കാം, ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു തുടങ്ങാം. അത് ഇംഗ്ലീഷ് മീഡിയം ഒന്ന് വായിക്കാം. പ്രൂവ് ദാറ്റ് ബൈ ജോയിനിങ് ദ പോയിന്റ്സ് 2 1 3 4 -3 6 വി ഗെറ്റ് എ റൈറ്റ് ട്രയാങ്കിൾ. അതായത് 2 1 3 4 -3 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ഒരു മട്ടത്രികോണമാണ് കിട്ടുക. നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ 3 പോയിന്റും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ എന്തിൽ കിട്ടുമെന്ന്, ഒരു മട്ടത്രികോണമാണ് കിട്ടുകയെന്ന് പ്രൂവ് ചെയ്യണം. മട്ടത്രികോണമാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഓരോ പോയിന്റുകളിലും എന്ത് കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ എ ബി എടുത്ത് കഴിഞ്ഞ പോയിന്റ് ഏതൊക്കെയാണ്? 2 1 3 4. നമുക്ക് ആ പോയിന്റുകൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പെട്ടെന്ന് കിട്ടണില്ല എങ്കിൽ ആദ്യം 2ഉം 3ഉം എടുക്കുക. പിന്നെ ഏതൊക്കെയാണ്? 1ഉം 4ഉം. അപ്പോൾ ആദ്യം 2 3 എടുക്കുക, പിന്നെ 1 4 എടുക്കുക. നമുക്ക് ചെയ്ത് നോക്കാം. റൂട്ട് ഓഫ് x1 - x2, അപ്പോൾ 2 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 - 4 സ്ക്വയർ. 2 - 3 എന്ന് പറയുമ്പോൾ -1 സ്ക്വയർ 1 പ്ലസ് 1 - 4 -3 -3യുടെ -1 - 4ൻ്റെ -3 -3യുടെ സ്ക്വയർ 9 പ്ലസ് x - 1 ഹോൾ സ്ക്വയർ പ്ലസ് y - 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √10 എന്ന് കിട്ടി. ഇനി എ ബി എടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഏതെടുക്കുക? ബി സി എടുക്കുക. ബി സി ഈക്വൽ ടു ബി സി ആകുമ്പോൾ ഏതൊക്കെയാണ്? 3ഉം 4ഉം -3ഉം 6ഉം ആണ്. അപ്പോൾ ആദ്യം 3 - 3 എടുക്കുക, പിന്നെ 4 6 എടുക്കുക. അപ്പോൾ റൂട്ട് ഓഫ് 3 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 - 6 ഹോൾ സ്ക്വയർ മൈനസ് എന്തായി? പ്ലസ്. അപ്പോൾ 3 കൂടെ 3 കൂട്ടി എത്രയാണ്? 6 സ്ക്വയർ പ്ലസ് 4ന്ന് 6 പോയി കഴിഞ്ഞാൽ -2 -2ൻ്റെ സ്ക്വയർ എത്രയാണ്? -2ൻ്റെ സ്ക്വയർ 4 ഈക്വൽ ടു, ഇനി 6ൻ്റെ സ്ക്വയർ 36 പ്ലസ് 40 ഈക്വൽ ടു √36 പ്ലസ് 4 ഈക്വൽ ടു √40 എന്ന് കിട്ടി. അപ്പോൾ എ ബിയുടെ നീളമായി, ബി സിയുടെ നീളമായി. ഇനി അതുപോലെ എന്ത് കാണുക? എ സി കാണുക. അപ്പോൾ എ സി കാണാൻ വേണ്ടിയിട്ട് പോയിന്റുകൾ എടുക്കുക. അപ്പോൾ എ സി ഏതൊക്കെയാണ്? 2 1 A 2 1 C -3 6. അപ്പോൾ 2 - 3ഉം 1ഉം 6ഉം. അപ്പോൾ 2 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 1 - 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √−− പ്ലസ്. അപ്പോൾ 2 + 3 5 സ്ക്വയർ പ്ലസ് 1 -6 -5 സ്ക്വയർ ഈക്വൽ ടു, ഇനി 5ൻ്റെ സ്ക്വയർ 25 പ്ലസ് -5ൻ്റെ സ്ക്വയർ 25 പ്ലസ് 25 √50. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ 3 പോയിന്റുകളും യോജിപ്പിച്ചാൽ ഒരു മട്ടത്രികോണം കിട്ടുമെന്ന് തെളിയിക്കാം. അപ്പോൾ നമ്മൾക്കറിയാം ഒരു മട്ടത്രികോണം, ഇതാണ് ഒരു മട്ടത്രികോണമെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ വശം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് ഹൈപ്പോട്ന്യൂസ് അഥവാ കർണാണ്. അപ്പോൾ കർണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബാക്കിയുള്ള 2 വശങ്ങളുടെ സ്ക്വയറുകളുടെ സമ്മ്. അതായത് ഈ പാദം അതുപോലെ തന്നെ ലംബം, ഈ 2 വശങ്ങളുടെ വർഗ്ഗങ്ങൾ എടുത്തതിന് ശേഷം കൂട്ടിക്കഴിഞ്ഞ് എന്ത് കിട്ടുന്നതാണ്? ഹൈപ്പോട്ന്യൂസ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതായിരിക്കും? എ സി ആയിരിക്കും. എ ബി സി എടുത്തു കഴിഞ്ഞാൽ എ സി ആയിരിക്കും. അപ്പോൾ എ ബിയുടെ സ്ക്വയറും ബി സിയുടെ സ്ക്വയറും തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം നോക്കുക? എ സിയുടെ സ്ക്വയർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കിട്ടുന്നുണ്ട് എങ്കിൽ ഇത് 3 തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ ഒരു മട്ടത്രികോണമായിരിക്കും. അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ
ഈക്വൽ ടു AC² കിട്ടുന്നുണ്ടോ നോക്കണം. AC² കിട്ടുന്നുണ്ട് എങ്കിൽ അതെന്തായിരിക്കും? ഒരു മട്ടത്രികോണമായിരിക്കും. അപ്പോൾ AB എത്രയായിരുന്നു? AB² പ്ലസ് BC. BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് √40² പ്ലസ് √10² ഈക്വൽ ടു √10ൻ്റെ സ്ക്വയർ 10 പ്ലസ് √40 40 10 പ്ലസ് 40 50. 50 നമുക്ക് എന്ത് വേണം? സ്ക്വയർ വേണം. അപ്പോൾ √50² ആണ് എന്ത്? AC². അപ്പോൾ നമുക്ക് കിട്ടി AB സ്ക്വയറും AC സ്ക്വയറും തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? √50 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഈ AB BC അതുപോലെ തന്നെ AC, ഈ ABC എന്നീ പറയുന്ന 3 പോയിന്റുകളും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? മട്ടത്രികോണമാണ് കിട്ടുക. ഇതാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ലാസ്റ്റ് ഭാഗത്തിൽ ഒരു 3 ചോദ്യങ്ങളും കൂടി എന്ത് ചെയ്യാനുണ്ട്? ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ഇനി അടുത്തത് ചെയ്ത് നോക്കാം. ഈ 3ാം ചോദ്യത്തിലേക്ക് കടക്കാം. ആധാരബിന്ദു കേന്ദ്രവും ആരം 10 ആയി ഒരു വൃത്തം വരയ്ക്കുന്നു. അത് 2 ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. സൂചക സംഖ്യകൾ 6, 9, 5, 9, 6, 8 ആയ ബിന്ദുക്കൾ വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിൽ തന്നെയോ എന്ന് പരിശോധിക്കുക. സെക്കൻഡ് വൺ, ഈ വൃത്തത്തിലെ 8 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ഒന്ന് വായിക്കാം. എ സർക്കിൾ ഓഫ് റേഡിയസ് ഈസ് ഫ്രണ്ട് 10 is drawn with the origin as center. First question, check whether each of the point with coordinates 6, 9, 5, 9, 6, 8 in inside, outside or in the circle. Write the coordinates of 8 point in the circle. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 3 പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ സർക്കിളിൻ്റെ അകത്താണോ പുറത്താണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സർക്കിളിൻ്റെ ഒറിജിൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 0, 0. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ റേഡിയസും പറഞ്ഞിട്ടുണ്ട് 10. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് എവിടേക്ക് സർക്കിളിൻ്റെ മുകളിലേക്ക് വരച്ചാലും എന്താണ്? അത് റേഡിയസ് ആയിട്ട് മാറും. ഇതാ ഇങ്ങോട്ട് വരച്ചാലും ഇവിടേക്കൊക്കെ വരച്ചാൽ റേഡിയസ് എത്രയാണ്? 10 ആണ്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 3 പോയിന്റുകൾ സർക്കിളിൽ ഏത് ഭാഗത്താണ് വരിക എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോ പോയിന്റുകളും സെൻറ്ററുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം ഞാൻ എത്രയാണ്? 6, 9 എടുത്ത്, അപ്പം സെൻറ്റർ എത്രയാണ്? 0, 0. അപ്പോൾ അതിൻ്റെ റേഡിയസ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ AO ഈക്വൽ ടു ഇവിടെ 0 ആണ്. അപ്പോൾ എന്തെടുത്താൽ മതി? ഫസ്റ്റ് പോയിൻറ്റിൻ്റെ 6² പ്ലസ് 9², 6ൻ്റെ സ്ക്വയർ 36 പ്ലസ് 81 ഈക്വൽ ടു √117 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ പോയിന്റ് AB, അടുത്ത പോയിന്റ് എന്താണ്? B തന്നിരിക്കുന്നത് 5, 9 ഒപ്പം O എന്ന് പറഞ്ഞാൽ 0, 0 ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുക. BO ഈക്വൽ ടു √5² പ്ലസ് 9², 5ൻ്റെ സ്ക്വയർ 25 പ്ലസ് 81, 25 പ്ലസ് 81 106 എന്ന് വരും. ഇനി AO കിട്ടി, BO കിട്ടി. ഇനി CO എന്ന് പറഞ്ഞ പോയിന്റ് ക്വസ്റ്റ്യനിൽ 6, 8ഉം അതുപോലെ സെൻറ്റർ എന്താണ്? 0, 0. അപ്പോൾ CO ഈക്വൽ ടു √6² പ്ലസ് 8² എന്ന് വരും. 6ൻ്റെ സ്ക്വയർ 36, 36 പ്ലസ് 81 ഈക്വൽ ടു 6 64, 81 അല്ല 64 ആണ്. 6 4 10 100 എന്ന് കിട്ടി. √100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √100 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ നമുക്ക് AO കിട്ടി, BO കിട്ടി, CO കിട്ടി. ഈ CO എന്ന് പറഞ്ഞാൽ ആരാ? 10ൻ്റെ റൂട്ടാണ് 100. ഇവിടെ 106, 107 ഒക്കെയാണ്. ഇതൊക്കെ 100നേക്കാട്ടും വലുതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ നമ്പറുകൾ എന്താ 100നേക്കാട്ടും വലുതായതുകൊണ്ട് തന്നെ ആ സർക്കിളിന് പുറത്തായിരിക്കും. അതായത് 10 ആണെങ്കിൽ റേഡിയസ് എത്രയാണ്? 10 ആണെങ്കിൽ സർക്കിളിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും. 10നേക്കാൾ കുറവാണെങ്കിൽ സർക്കിളിൻ്റെ ഉള്ളിൽ, 10നേക്കാൾ കൂടുതലാണ് എങ്കിൽ എന്തായിരിക്കും? സർക്കിളിൻ്റെ പുറത്തായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഉറപ്പായിട്ടും ഈ നമ്പറുകളിൽ ഈ 106, 117 ഒക്കെ
10നേക്കാൾ വലുതായിരിക്കും ഈ നമ്പറുകൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പറയാം CO എന്ന് പറഞ്ഞാൽ ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഓൺ ദ സർക്കിൾ, അതായത് ഏത് പോയിൻ്റാണ്? 6,8. ഇവിടെ ഫ്രണ്ടിൽ എഴുതാം 6,8. സർക്കിളിനു വൃത്തത്തിന് അകത്ത് പുറത്ത് വൃത്തത്തിൽ തന്നെ ആയിരിക്കും എന്ന് എഴുതുക. ഇനി മറ്റു പോയിന്റ് ഏതൊക്കെയായിരുന്നു? 6, 9 അതുപോലെ തന്നെ 5, 9. ഈ 2 പോയിന്റും ഔട്ട്സൈഡ് ദ സർക്കിൾ, സർക്കിളിന് പുറത്ത്, വൃത്തത്തിന് പുറത്ത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? 3 പോയിന്റുകൾ ഉണ്ടായിരുന്നു. ആ 3 പോയിന്റുകൾ സർക്കിളിൻ്റെ സെൻറ്ററുമായി ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസുകൾ കണ്ടെത്തി. ആ ഡിസ്റ്റൻസുകളിൽ 10 ആണ് എങ്കിൽ സർക്കിളിന് മുകളിൽ, 10നേക്കാൾ കുറവാണെങ്കിൽ സർക്കിളിനുള്ളിൽ, 10നേക്കാൾ കൂടുതലാണെങ്കിൽ സർക്കിളിൻ്റെ പുറത്ത്. ഇതാണ് മൂന്നാമത്തേലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതിൽ നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാനുണ്ട്. അതൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു വൃത്തത്തിൽ, അതായത് ഈ വൃത്തത്തിൽ വരുന്ന 8 പോയിന്റുകൾ കണ്ടെത്താനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 6 അറിയാം. പിന്നെ ഒരു പോയിന്റ് എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 6, 8 നമുക്ക് കിട്ടി. ഈ സർക്കിളിൻ്റെ മുകളിലാണെന്ന് കിട്ടി. ഈ പോയിന്റ് കൂടാതെ ഒരു 8 പോയിന്റ് ഇതിലത്തെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഈ വരയ്ക്ക്, അതായത് ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിന് ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു എക്സ് ആക്സിസ്, വൈ ആക്സിസ് മാർക്കിയത്. നമുക്ക് ഇവിടെ ഈ സെൻറ്ററിൽ നിന്ന് ഇതുവരെ ഡിസ്റ്റൻസ് എത്രയെന്ന് അറിയാം? 10. അപ്പോൾ ഇവിടെ നിന്നിട്ട് എന്തായിരിക്കും? 10. ഇവിടെ നിന്നിട്ട് -10. ഇവിടെയോ -10. മുകളിലേക്ക് 10. അപ്പോൾ നമുക്ക് ഈ 4 പോയിന്റുകൾ കിട്ടി. അപ്പോൾ ഈ 4 പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഇത് എക്സ് ആക്സിസിൻ്റെ മുകളിൽ, ഇത് എക്സ് ആക്സിസിൻ്റെ മുകളിൽ, ഇത് വൈ ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പറയുക? എക്സ് ആക്സിസിൻ്റെ മുകളിലാണെങ്കിൽ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0. അപ്പോൾ 10,0. ഇവിടെയാണെങ്കിൽ എങ്ങനെ പറയുക? -10,0. നമുക്ക് ഈ 2 പോയിന്റ് കിട്ടി. അപ്പം ഈ പോയിന്റ് പറയാൻ പറ്റും. വൈ കോർഡിനേറ്റിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0, 0, -10. ഇവിടെ ആണെങ്കിലോ 0,10. അപ്പോൾ നമുക്ക് മൊത്തം എത്ര പോയിന്റ് കിട്ടി? 1, 2, 3, 4 പോയിന്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഇനിയൊരു 4 പോയിന്റുകൾ കൂടി വേണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ സർക്കിളിൽ ഈ പോയിന്റ് അറിയാം 6, 8 ആണെന്ന്. അപ്പോൾ ഇവിടേക്ക് ഒരു ഡയഗണൽ വരച്ച് ഇവിടെ 6, 8 ആണെന്ന് കിട്ടി. അതുപോലെ ഇവിടെ നിങ്ങോട്ട് ഞാൻ കൂട്ടി യോജിപ്പിച്ച്, ഇവിടുന്ന് ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് ഇവിടേക്ക്, അതായത് ഒരു സ്ക്വയർ രൂപത്തിൽ നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ ഇവിടെ 6, 8 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോയിന്റ് എന്ത് പറയാൻ പറ്റും? ഇവിടെ എക്സ് എന്താണ്? 6. ഇനി നമുക്ക് ഇവിടുത്തെ പോയിന്റ് പറയാൻ പറ്റും. ഇവിടെ 6, 8 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 6, 8 ആണെങ്കിൽ ഇവിടെ മൈനസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 6 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? -6, 8. അപ്പോൾ ഇവിടെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് എന്ത് വരണം? മൈനസ് വരണം. അപ്പോൾ -6, -8. ഇനി ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എന്താണ്? -8, -6, -8. നമുക്ക് ആകെ ഇപ്പോൾ എത്ര പോയിന്റ് കിട്ടി? എണ്ണി നോക്കാം. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. 1, 2, 3, 4, 5, 6, 7 പോയിന്റ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എത്ര പോയിന്റ് വേണം? 8 പോയിന്റുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. നമുക്ക് ഡിസ്റ്റൻസ് എത്രയെന്ന് അറിയില്ല, അതിനും 10 ആണ്. അപ്പോൾ 10 എന്ന് എഴുതി. റൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്? റൂട്ട് കളയാൻ വേണ്ടിയിട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് പോവും? ഇവിടുത്തെ റൂട്ട് പോയിട്ട് ഇവിടെ ഒരു സ്ക്വയർ വരും. നമുക്ക് എഴുതാം x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ്
y1 മൈനസ് y2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 100. ഇനി x1 മൈനസ് x2 നമുക്ക് എത്ര ഉത്തരം വരണം? 100 ഉത്തരം വരണം. അപ്പോൾ 100 ഉത്തരം വരണമെങ്കിൽ ഞാൻ എന്തെടുത്ത് x1 മൈനസ് x2 ഡിസ്റ്റൻസ് ഇപ്പോൾ എക്സ് ഉണ്ട്, x1 ഉണ്ട്, y1 ഉണ്ട്, x2 y2. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ് കോർഡിനേറ്റ് 0 ആയി കഴിഞ്ഞാൽ ബാക്കി 2 കോർഡിനേറ്റ് നമുക്ക് മതിയാവും. അപ്പോൾ ഞാനിവിടെ ഈ x1 മൈനസ് x2 ഹോൾ സ്ക്വയറിനെ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എന്ത് ചെയ്ത് y സ്ക്വയർ ഈക്വൽ ടു 100 നേടി. അപ്പോൾ 2 സംഖ്യകളുടെ സ്ക്വയറുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 100 കിട്ടണം. അപ്പോൾ 100 കിട്ടണമെങ്കിൽ √50 സ്ക്വയർ പ്ലസ് √50 സ്ക്വയർ എടുത്താൽ മതി. √50 സ്ക്വയർ പ്ലസ് √50 സ്ക്വയർ. 50ൻ്റെ സ്ക്വയർ √50 × √50 50. ഇവിടെ എന്താ വരിക? √50 × √50 അല്ലേ സ്ക്വയർ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഓൾറെഡി 100 കിട്ടും. അപ്പോൾ ഇനി √50 എങ്ങനെ മാറ്റിയത് നോക്കണം. അതായത് 50ൻ്റെ LCM എടുക്കുക. 5 25 5 15 പറ്റില്ല. അപ്പോൾ 10 × 5 50. ഇനി 5 × 2. നമുക്ക് ഈ 50നെ എങ്ങനെ പറയാൻ പറ്റും? 5 √2 എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല എങ്കിൽ എങ്ങനെ ചെയ്യുക? ഇവിടെ നിന്ന് പറയാം √50നെ √25 × 2 എന്ന് പറയാൻ പറ്റും. √25 എത്ര? 5. ഈ √2 അതുപോലെ ഇവിടേക്ക് എഴുതി. അപ്പം 5 √2 എന്ന് പറയാം. അപ്പോൾ √50നെ നമുക്ക് 5 √2 സ്ക്വയർ പ്ലസ് 5 √2 സ്ക്വയർ ഈക്വൽ ടു 100 എന്ന് കിട്ടി. അപ്പോൾ 8ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ലാസ്റ്റത്തെ പോയിന്റ് 5 √2, 5 √2. അപ്പോൾ ഇതായിരിക്കും 8ാമത്തെ പോയിന്റ്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇനിയും പോയിന്റ് ആക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റും. ഇവിടെ 2 പ്ലസ് ആണ്. ഇനി 2 എന്താക്കാം? മൈനസ് ആക്കാം. ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസ് ആക്കാം, അല്ലെങ്കിൽ മൈനസ് പ്ലസ് ആക്കാം. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യും? ഈ സർക്കിളിൽ വരുന്ന വേറെയും പല പോയിന്റുകൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ 2 ചോദ്യങ്ങളും കൂടി പറയാനുണ്ട്. ഇനി 4ാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം: കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യകൾ 1 1 ആരം √2മായ വൃത്തം x അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളുടെയും y അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളുടെയും സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇംഗ്ലീഷ് മീഡിയം എന്ന് വായിക്കാം. Find the coordinate of the point where a circle of radius √2 centered on the point with the coordinator 1 1 cut the axis. അതായത് ഒരു വൃത്തം, ആ വൃത്തത്തിൻ്റെ കേന്ദ്രം എത്രയാണ്? കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്ററത്തെ സൂചക സംഖ്യ കോർഡിനേറ്റ് 1 1 ആണ്. അതുമാത്രമല്ല സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ മുകളിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് എത്രയാണ്? √2 അങ്ങനെയാണെങ്കിൽ ഇവിടെ x അക്ഷത്തിലും y അക്ഷത്തിലും മുറിച്ച് കടക്കുന്ന സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്സ് അക്ഷം വരച്ച് ഒപ്പം y ആക്സിസും വരയ്ക്കുക. നമുക്കറിയാം ആക്സിസും y ആക്സിസും കൂട്ടിമുട്ടുന്നിടത്തെ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 0 ആണ് ആയിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് റേഡിയസ് എത്രയാണ്? √2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് √2 ആണെന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാൻ നമുക്കറിയാം എന്താണ്? x ആക്സും y ആക്സും കൂടി ചേരുന്നത് 0 0, സെൻറ്റർ 1 1. അപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് കണ്ടാക്കാം. ഈക്വൽ ടു ഇവിടെ 0 ആയതുകൊണ്ട് നമുക്ക് ഈ പോയിന്റുകൾ മാത്രം സ്ക്വയർ എടുക്കുക. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു √2. അപ്പോൾ നമുക്ക് മനസ്സിലായി സർക്കിളിൻ്റെ സെൻറ്ററും x ആക്സിസും y ആക്സും തമ്മിൽ ജോയിൻ ചെയ്യുന്ന 0 0 തമ്മിലുള്ള അകലം, അതായത് 0 0 1 1 തമ്മിലുള്ള അകലം എത്രയാണ്? √2 ആണ്. അപ്പോൾ റേഡിയസ് √2 ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇവിടുത്തെ പോയിന്റ് 1 1 ആണെന്ന് കിട്ടി. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത്, ഇത് സർക്കിളിൻ്റെ എന്തെന്നാ പറയുക? നമ്മൾ ഡയാമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു പോയിന്റ് കൊടുത്ത് ഇവിടെ B, ഇവിടെ സെൻറ്റർ O, ഇവിടെ A എന്ന് കൊടുത്ത്. അപ്പോൾ
അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ വരച്ചപ്പോൾ ഈ 3 പോയിൻറ്റും ഈ ബി എന്ന പോയിൻറ്റും എ എന്ന പോയിൻറ്റും ഈ സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്ന രീതിയിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. കടന്നു പോകുന്ന എന്താ ഉറപ്പുള്ളത്? അപ്പോൾ കടന്നു പോകും. കാരണം എന്താ വെച്ചാൽ ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണ് 90 ഡിഗ്രിയാണ്. ആ 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ആ 3 പോയിൻ്റ് എന്തായിരിക്കും സെയിം ലൈനിൽ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുക കടന്നു പോവുക. അപ്പം നമുക്ക് ഈ ബി എ എന്നീ പോയിന്റുകൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവിടുന്ന് താഴേക്ക് യോജിപ്പിച്ച്. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്താണ് 1. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും 1. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച്. അപ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്താ 1. അപ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 1. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ ഈ പോയിന്റിന് അപ്പോൾ ഈ പേര് കൊടുക്കുകയാണ് പി എന്ന പോയിന്റ് കൊടുത്ത്. ഈ പിയിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്താണ് പോയിന്റ് പേര് കൊടുക്കാം സി എന്ന പേര് കൊടുത്ത്. അപ്പോൾ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് പി മുതൽ സി വരെ എത്രയാണ് 1 യൂണിറ്റ്. ഇനി സി മുതൽ എ വരെ എത്ര യൂണിറ്റ് ആണെന്ന് കണ്ടുപിടിക്കണം. ഇനി പി മുതൽ ഇതുവരെ എത്ര 1 യൂണിറ്റ്. ഇനി അപ്പോൾ നമുക്ക് എ സി കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും 1 യൂണിറ്റ്. അപ്പോൾ നമുക്ക് എ സി കണ്ടുപിടിക്കാൻ എ സി ഈക്വൽ ടു ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. സർക്കിളിൻ്റെ സെൻറ്ററിന് സർക്കിളിൻ്റെ മുകളിലേക്ക് വരയ്ക്കുന്ന വരെയാണ് എന്ത് റേഡിയസ്. റേഡിയസ് എത്രയെന്ന് ക്വസ്റ്റ്യനിലുണ്ട് √2. അപ്പോൾ നമുക്ക് എ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കർണം സ്ക്വയർ √2² മൈനസ് ലംബം സ്ക്വയർ 1 സ്ക്വയർ. √2ൻ്റെ സ്ക്വയർ എത്രയാണ് 2 മൈനസ് 1 ഈക്വൽ ടു √1. അപ്പോൾ എ സി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എ മുതൽ സി വരെ ഡിസ്റ്റൻസ് എത്രയാണ് 1. അപ്പോൾ എ മുതൽ സി വരെ 1. ഈ സി മുതൽ എ വരെ √2. ഒ മുതൽ ബി വരെ എന്തായിരിക്കും √2 ആയിരിക്കും. കാരണം സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ മുകളിലേക്ക് വരയ്ക്കുന്ന എന്താണ് റേഡിയസ്. അപ്പോൾ നമുക്ക് ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ് കിട്ടി. ഇവിടെ എത്രയാണ് ഇത്രയും ഭാഗത്തുള്ള ഡിസ്റ്റൻസ് അത് എത്ര തന്നെയായിരിക്കും 1 ആയിരിക്കും. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1. ഇവിടെ നമുക്ക് 1 കിട്ടി. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും 1 ആയിരിക്കും. നിങ്ങൾക്കിത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം നമുക്ക് ഈ പോയിന്റുകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പി മുതൽ സി വരെ 1, സി മുതൽ എ വരെയും 1. അപ്പോൾ ടോട്ടൽ ഇത്രയും ഭാഗത്തെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും 2. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് എഴുതാൻ വേണ്ടി പറ്റും. ഇത് എക്സ് ആക്സിസിൻ്റെ മുകളിലാണ്. അപ്പോൾ വൈ കോർഡിനേറ്റ് എന്തായി 0. അപ്പോൾ നമുക്ക് എഴുതാം 2,0. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ പി മുതൽ ബി വരെ ഇതുവരെ 1 യൂണിറ്റ്, ഇവിടെയും 1 യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ 2 യൂണിറ്റ്. അപ്പോൾ വൈ ആക്സിസിൻ്റെ മുകളിലാണ് എങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്തായി 0 ആയി. അപ്പോൾ 0,2 എന്ന് കിട്ടി. 0,2. അപ്പോൾ നമുക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഏതാണ് ഈ എ ബി എന്നീ പോയിന്റുകളാണ്. നമുക്ക് എഴുതാം എ ഈക്വൽ ടു 2,0, ബി ഈക്വൽ ടു 0,2. ഇനി ഒറിജിൻ എന്താണ് പി ഈക്വൽ ടു 0,0. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ 3 പോയിന്റുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രാമത്തെ ചോദ്യമാണ് 4ാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഞാനൊന്ന് വായിക്കാം. ഒരു ത്രികോണത്തിൻ്റെ മൂലകൾ 1, 1, 2, 3, 1, 3, 1 എന്നീ ബിന്ദുക്കളാണ്. ഇതിൻ്റെ പരിവൃത്ത കേന്ദ്രവും ആരവും കണ്ടുപിടിക്കുക. ഇനി ഇംഗ്ലീഷ് മീഡിയം വായിക്കാം. ദ കോർഡിനേറ്റ് ഓഫ് എ വേർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ 1, 2, 2, 3, 3, 1. Find the coordinate of the center of the circumcircle and the circumradius. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 പോയിന്റുകൾ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. അവ കൂടി ചേർത്തപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിളിൻ്റെ 3 മൂലകളിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിനൊരു സെൻറ്റർ ഉണ്ടായിരിക്കും. ആ സർക്കം സെൻറ്ററും ആ സർക്കിൾ സെൻറ്ററിൽ നിന്ന് ആ ഓരോ മൂലയ്ക്കും എന്തുണ്ടായിരിക്കും സർക്കം റേഡിയസ് ഉണ്ടായിരിക്കും. ആ സർക്കം റേഡിയസും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ 3 പോയിന്റുകളുണ്ട്. ഈ 3 പോയിന്റിൽ നിന്ന് ഈ സെൻറ്ററായിട്ടുള്ള പിയിലേക്ക് കൂട്ടി വരച്ചു കഴിഞ്ഞാൽ ഈ എ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും ബി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസും പി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡിസ്റ്റൻസുകളും കാണുക. അപ്പോൾ ആദ്യം ഞാൻ ഇതൊക്കെ എടുത്ത് പോയിന്റ് എക്സ് വൈ സെൻറ്ററും 1 2 എടുത്ത്. അപ്പോൾ എ പി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, എ പി ഈക്വൽ ടു ഇവിടെ എക്സും വൈയും ആണ്. അപ്പോൾ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ കിട്ടി. ഇതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് രണ്ടാമത്തെ പോയിന്റ് എടുക്കാം. രണ്ടാമത്തെ പോയിന്റ് എക്സ് വൈ 2 3 എടുത്ത്, അതായത് ബി പി ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ. രണ്ടാമത്തെ പോയിന്റ് കിട്ടി. ഇനി സിയും പിയും എന്നുള്ള പോയിന്റ് ഏതൊക്കെയാണ് വരിക, എക്സ് വൈയും അതുപോലെ തന്നെ 3 1 എടുത്ത്. അപ്പോൾ പി സി ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പം നമുക്ക് 3 പോയിന്റ് കിട്ടി, എ പി ബി പി പി സി. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞത് 3 എന്താണ്, ഈക്വൽ ആണ്. അത് നമുക്ക് എഴുതാം എ പി, അതായത് സ്ക്വയർ എടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ എന്ത് പോവും, റൂട്ട് പോവും. അപ്പോൾ എ പി സ്ക്വയർ ഈക്വൽ ടു ബി പി സ്ക്വയർ ഈക്വൽ ടു അതുപോലെ തന്നെ പി സി സ്ക്വയർ ആണ്. എന്ത് ചെയ്യുക, ഏതെങ്കിലും 2 എണ്ണം എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ പി ആണ്. അപ്പോൾ എ പിയും ബി പിയും എടുക്കാറില്ല. എ പി സ്ക്വയർ ഈക്വൽ ടു ബി പി സ്ക്വയർ ഈക്വൽ എ പി. ഞാൻ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് പോയി, റൂട്ട് പോയി, അത് മറക്കരുത്. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബി പി എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ. ഇത് ഏത് ഇക്വേഷൻ രൂപത്തിലാണ്, എ മൈനസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യുക. അത് നിങ്ങൾ മറക്കരുത്. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഈ ഇക്വേഷൻ്റെ രൂപത്തിലാണ് ഈ ഓരോന്നിനെയും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ഓരോ സ്റ്റെപ്പിൽ ചെയ്ത് പോവുകയാണ്. ഈക്വൽ ടു എ സ്ക്വയർ എക്സ് സ്ക്വയർ ആകുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2xy 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 2x പ്ലസ് വൈ സ്ക്വയർ 1 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 4. ഇനി ഈക്വലിൻ്റെ അപ്പുറം ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 2xy എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്താ 2, അപ്പോൾ 4x. അപ്പോൾ 4x എന്ന് എടുക്കാം. 4x പ്ലസ് 3 സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ 4 പ്ലസ് ഇനി ഇത് വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 3 ഇൻറ്റു വൈ, അപ്പോൾ 6y പ്ലസ് 9. ഇനി ഒരുപോലുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പോവുകയാണ്, വെട്ടിക്കളയാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരു പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടുൻ്റെ അപ്പുറത്തും ഇപ്പോൾ വെട്ടിക്കളഞ്ഞ് എക്സ് സ്ക്വയർ വെട്ടിക്കളഞ്ഞ്. ഇനി ഇവിടെ ഒരു വൈ സ്ക്വയർ വെട്ടി, ഇവിടെ ഒരു വൈ സ്ക്വയർ വെട്ടി. ഇനി പ്ലസ് 4 വെട്ടി, ഈ 4 വെട്ടി. ബാക്കി എന്തൊക്കെ ഉണ്ടാവുക, ഇനി ഇതിൽ വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തൊക്കെ ഉണ്ടാവുക വെച്ചാൽ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു 2 ആണ്. 2 ഇൻറ്റു 2 4 4 ഇൻറ്റു വൈ 4y. അപ്പോൾ ഇവിടെ മൈനസ് 4y ആണ് വരിക. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് എഴുതി വെക്കാം. മൈനസ് 2x, ഇവിടെ മൈനസ് 2x പ്ലസ് 1 മൈനസ് 4y ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് 4x മൈനസ് 6y പ്ലസ് 9 ഉണ്ടായിരിക്കും. ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു എക്സ് ഒക്കെ ഒരു എക്സ് വൈ ഒക്കെ ഒരു ഭാഗത്തേക്ക് ആക്കുക, നമ്പേഴ്സിന് ഒരു ഭാഗത്തേക്ക് ആക്കുക. അപ്പോൾ ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് 2x ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 4y ഉണ്ട്.
ഇനി ഇവിടെ -4x ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ +4x -6y + 6y ഈക്വൽ ടു 9 +1 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ഈക്വൽ ടു ഇനി -2x -4y + 2x 2x + 4x + 2x -4y 6y + 2y ഈക്വൽ ടു 8. അപ്പോൾ ഇതിനൊന്നും കൂടി ചെറുതാക്കുക ഇങ്ങനെ. ഇതിനൊക്കെ എത്ര ഡിവൈഡ് ചെയ്യുക? 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ് ഒക്കെ പോവും. അപ്പോൾ 2/2 1. അപ്പോൾ എക്സ് + 2/2 1y ഈക്വൽ ടു x/2 4. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ കണ്ടെത്തിയത് എന്താണ്? AP² BP² PC² ഈക്വൽ ആണെന്നെടുത്ത് ഏതെങ്കിലും 2 എണ്ണം എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്ത്, അതുപോലെ അടുത്ത 2 എണ്ണം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. എന്നിട്ട് ആ ഇക്വേഷനുകൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഉത്തരവും. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഞാൻ ഇത് മായ്ച്ചതിന് ശേഷം ബാക്കി നമുക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്കിപ്പോൾ കിട്ടിയ ലാസ്റ്റത്തെ ഇക്വേഷൻ എന്താണ്? x + y ഈക്വൽ ടു 4. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഞാനിവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി നമ്മൾ 2 എണ്ണം ഇക്വേറ്റ് ചെയ്തെടുത്തു. ഇതുപോലെ ബാക്കി 2 എണ്ണം കൂടി എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അടുത്തത് ഞാൻ AP² അതുപോലെ തന്നെ PC² എടുക്കുകയാണ്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമുക്കൊന്ന് എഴുതി വെക്കാം. AP നേരത്തെ ഇക്വേഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റൂട്ട് പോകുമ്പോൾ എന്തായി? സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് പോയി. അപ്പോൾ x - 1² + y - 1 2 ഈക്വൽ ടു x - 3² + y - 1 2. നമ്മൾ നേരത്തെ 3 ഇക്വേഷൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും നേരത്തെ ചെയ്ത പോലെ അതുപോലെ എഴുതി. ഇനി എന്തായി? ഇക്വേറ്റ് ചെയ്യുക. നമ്മൾ x - y² ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണം ഇത് എന്ത് ചെയ്യാൻ? സോൾവ് ചെയ്യാൻ. നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ അത് ചെയ്യുമ്പോൾ x² - 2x + 1 + y² - 2 × y 2y + 2 × 2 × 4 അപ്പോൾ 4y + 2² 4 ഈക്വൽ ടു ഇനി x - 3² കാണാം. ഈക്വൽ ടു x - 3² x² - 2 × 3 6x + 3² 9 പ്ലസ് ഇനി y - 1² y² - 2 × x × y അപ്പോൾ 2 × y × 1 അപ്പോൾ 2y + y² 1. ഇനി ഒരുപോലൊക്കെ ഉണ്ട് വെട്ടിക്കളയുക. ഇവിടെ ഒരു x² ഉണ്ട്, ഇവിടെയും ഈക്വലിൻ്റെ അപ്പുറത്തൊരു x² ഉണ്ട്. ഇനി +1 ഇവിടെയും +1. ഇവിടെ ഒരു y² വെട്ടിപ്പോയി, ഇവിടെ ഒരു y² വെട്ടിപ്പോയി. ബാക്കി ആരൊക്കെ ഉണ്ടാവുക? -2x -4y + 4 ഈക്വൽ ടു -6x + 9 -2y. നേരത്തെ ചെയ്ത പോലെ ഈ ഒരുപോലുള്ളതൊക്കെ ഈക്വലിൻ്റെ ഒരു സൈഡിലേക്ക് ആക്കുക. അപ്പോൾ -2x ഇവിടെ -6x ഉണ്ട് വരുമ്പോൾ +6x. ഇനി ഇവിടെ -4y ഉണ്ട്, -2y വരുമ്പോൾ +2y ഈക്വൽ ടു ഇവിടെ 9 ഉണ്ട്, +4 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -4. ഇനി -2x + 6x 6ഉം 4ഉം അപ്പോൾ 4x. ഇനി -4y + 2y -2y ഈക്വൽ ടു 5. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന നമ്പർ കൊടുക്കുക. ഇനി എന്ത് ചെയ്യാണ് വേണ്ടത്? 2 ഇക്വേഷനുകൾ നമുക്ക് കിട്ടി. ആ 2 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. നേരത്തെ x + y = 4 എന്ന് കിട്ടി. ഇപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ആ 2 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. ഇനി നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ആ
ആ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്യാണ്, സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഇത് നോക്കി നോക്കാം, ഇതിൽ എക്സ് കോർഡിനേറ്റും സെയിം അല്ല, വൈ കോർഡിനേറ്റും സെയിം അല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഈ രണ്ടാമത്തെ ഇക്വേഷൻ, അതായത് ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 എന്ന പറഞ്ഞ ഇക്വേഷനെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും, 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും വൈ കോർഡിനേറ്റുകൾ എന്തായി, സെയിം ആവും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ 2 ആയിട്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു വൈ 2y ഈക്വൽ ടു 2 ഇൻറ്റു 4 ഈക്വൽ ടു 8. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്ത് ഇനി എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 2ഉം 3ഉം തമ്മിൽ കൂട്ടുക. ഇക്വേഷൻ നമ്പർ 2 പ്ലസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി നോക്കാം. ഇക്വേഷൻ നമ്പർ 2 4x പ്ലസ് 2y ഈക്വൽ ടു 5 പ്ലസ് 2x പ്ലസ് 2y ഈക്വൽ ടു എത്രയാണ്, 8. ഇനി എന്ത് ചെയ്യുക, മൈനസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പ്ലസ് ചെയ്യുക, 4x പ്ലസ് 2x 6x. ഇനി ഇവിടെ മൈനസ് 2y ആണ്. മൈനസ് 2yയും പ്ലസ് 2yയും എന്തായി പോയി, 0 ആയിപ്പോയി. 5 പ്ലസ് 8 60. നമുക്ക് കിട്ടി 6x ഈക്വൽ ടു 13, 13x ഈക്വൽ ടു 13/6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. ഇനി എന്ത് ചെയ്യണം, വൈ കാണണം. വൈ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ എക്സിൻ്റെ അവിടെ എത്ര ഇട്ട് കൊടുക്കുക, 13/6 13/6 പ്ലസ് വൈ ഈക്വൽ ടു 4. ഇനി വൈ ഈക്വൽ ടു 4 പ്ലസ് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 13/6 എന്ന് കിട്ടി. ക്രോസ് ചെയ്ത് ഗുണിച്ച് കഴിഞ്ഞാൽ 6 4 24 മൈനസ് 13/6 ഈക്വൽ ടു 24 13 11/6. അപ്പം നമ്മൾ നേരത്തെ ചെയ്തതിൽ പി ഓഫ് എക്സ് വൈ അതായിരുന്നു സെൻട്രലിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്കിപ്പോൾ എത്ര കിട്ടി, എക്സ് 13/6 വൈ ഈക്വൽ ടു, ഞാൻ വേറെ എഴുതാം. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് വൈ, എക്സും വൈയും കിട്ടിയ കാരണം നമുക്ക് സുഖമായി എഴുതാൻ പറ്റി. പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് 13/6 വൈ എന്ന് പറഞ്ഞാൽ 11/6. അപ്പം നമുക്ക് ആ സെൻറ്ററിലുള്ള പോയിന്റ് കിട്ടി, അതായത് സർക്കം സെൻറ്റർ കിട്ടി, പി ഓഫ് എക്സ് വൈ. ഇനി എന്ത് വേണം, അവിടെ നിന്നുള്ള ഏതെങ്കിലും ഒരു റേഡിയസ് ഈക്വലാണ്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അതായത് ഡിസ്റ്റൻസ് കണ്ടെത്തിയാൽ മതി. ആ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി ഇക്വേഷൻ എന്തായിരുന്നു, ഇക്വേഷൻ ഞാനിപ്പോൾ എ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 സ്ക്വയർ പ്ലസ്, നമ്മൾ നേരത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എ പി പോയിന്റുകൾ, പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് നമുക്ക് കിട്ടി. എക്സ് എന്തായിരുന്നു നമുക്ക് കിട്ടിയത്, 13/6. അപ്പോൾ 13/6 മൈനസ് 1 സ്ക്വയർ പ്ലസ് 11/6 മൈനസ് 2 സ്ക്വയർ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുന്നുണ്ട്, ഈക്വൽ ടു ക്രോസ് ചെയ്തിട്ട് ഗുണിക്കുക. റൂട്ട് ഓഫ് 13 മൈനസ് 1 × 6 6/6 സ്ക്വയർ പ്ലസ് 11 മൈനസ് 2 × 6 12/6 സ്ക്വയർ ഈക്വൽ ടു 13 6 പോയി കഴിഞ്ഞാൽ 7/6 പ്ലസ് 11 12 പോയി കഴിഞ്ഞാൽ മൈനസ് 1/6. അതിൻ്റെയൊക്കെ സ്ക്വയർ ഇടാൻ മറക്കരുത്, സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക, 7ൻ്റെ സ്ക്വയർ എടുക്കുക. 7ൻ്റെ സ്ക്വയർ 49/6ൻ്റെ സ്ക്വയർ 36 പ്ലസ് മൈനസ് 1ൻ്റെ സ്ക്വയർ 1/36. 49 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 50. അപ്പോൾ റൂട്ട് 50/36 എന്ന് വരും.
കിട്ടി. അപ്പോൾ √50 നമ്മൾ എന്ത് ചെയ്യാൻ പഠിച്ചു, നേരത്തെ മാറ്റാൻ പഠിച്ചിട്ടുണ്ട്. √50 √25 ഇൻറ്റു 2 എന്ന് എഴുതി. √25 എത്രയാണ്? 5 ഇൻറ്റു √2. അപ്പം നമുക്ക് √50 എങ്ങനെ എഴുതാൻ പറ്റും? 5 √2. ഇനി ഈ √2നും ബാധകമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. √50/√36 എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ √50 നമ്മൾ എഴുതി 5 √2. ഇനി √36 എങ്ങനെ എഴുതി? √36 എത്രയാണ്? 6. അപ്പോൾ നമുക്ക് AP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടി. അതായത് A മുതൽ P വരെയുള്ള സർക്കം റേഡിയസ് കിട്ടി. അതുപോലെ തന്നെ സർക്കം സെൻറ്റർ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 13/6 11/6. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന 10ാം ക്ലാസ്സിലെ എല്ലാ ചോദ്യങ്ങളും കഴിയാണ്. ഇത് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പാഠം നന്നായി പഠിക്കുക. കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സായിട്ട് വരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.